2027 ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പ് പൂർത്തിയാകുന്നതോടെ ഗംഭീറിന്റെ പരിശീലനകാലം അവസാനിക്കും. എന്നാൽ ഒളിമ്പിക്സ് സ്വർണത്തിൽ കണ്ണുവച്ചിരിക്കുന്ന ഇന്ത്യ തൽക്കാലം ഗംഭീറിനെ മാറ്റി പരീക്ഷിക്കാൻ സാധ്യതയില്ല. പരിശീലകൻ എന്ന നിലയ്ക്ക് 2020 മത്സരങ്ങളിൽ ഇന്ത്യൻ ടീം മികവ് പുലർത്തുന്നു എന്നാണ് വിലയിരുത്തൽ. 128 വർഷങ്ങൾക്ക് ശേഷമാണ് ലോസ് ആഞ്ചലസ് വേദിയാകുന്ന ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2020 മാതൃകയിലാണ് മത്സരങ്ങൾ. അതിനാൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ വരെ ഗംഭീർ തുടരുമെന്നാണ് ബോർഡുമായി അടുപ്പമുള്ളവർ പറയുന്നത്. ഗംഭീറിന്റെ പരിശീലനത്തിൽ ഇന്ത്യൻ ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യാകപ്പും നേടിയെങ്കിലും ടീമിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മോശം പ്രകടനം കാരണം വലിയ വിമർശനമാണ് ഗംഭീർ ഏറ്റുവാങ്ങിയത്. നാട്ടിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ന്യൂസിലൻഡിനോടും ദക്ഷിണാഫ്രിക്കയോടും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഗംഭീറിന്റെ പരിശീലനത്തിൽ T20 ഫോർമാറ്റിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നാണ് BCCIയുടെ വിലയിരുത്തൽ. വിദേശ പരിശീലകരോടുള്ള താൽപര്യക്കുറവും മറ്റ് പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ താൽപര്യം കാണിക്കാത്തതും ഗംഭീറിന് അനുകൂല ഘടകങ്ങളായി മാറുകയാണ്. അതേസമയം വമ്പൻ ഓഫറുമായി രാജസ്ഥാൻ റോയൽസ് ഗംഭീറിന് പിന്നാലെയുണ്ട്. മുഖം മിനുക്കൽ നടപടികളുമായി നീങ്ങുന്ന രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ മാനേജ്മെന്റ് CEO മെന്റർ പാർട്ണർ റോളുകളിൽ ഒന്ന് നൽകാൻ തയ്യാറാണെന്ന് ഗംഭീറിനെ അറിയിച്ചിട്ടുണ്ട്. ഗൗതം ഗംഭീർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് 2 തവണ കിരീടവും നേടിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.